നാടകം ഇയാസു. ഇതാണ് പ്രസിഡന്റിന്റെ നിലപാടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇതാണ് അഥവാണെന്നേ. റോഡ് പണിയുടെ കാര്യത്തിൽ ഇത് തന്നെ. പാറമട കേസിൽ ഇദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു? എന്ത് പണി ചെയ്താലും ഇത് തന്നെ അവസ്ഥ. അല്ലാലും കഴിഞ്ഞ കമ്മിറ്റി ഞാൻ പറഞ്ഞതാ, പ്രസിഡന്റിനെ കൊണ്ട് പ്രസിഡന്റ് ഇത് അഴിമതിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഈ കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലേ ലോകത്തെങ്ങില്ലാത്തൊരു റോബർട്ടിനെ കൊണ്ട് വന്നേക്കുന്നു. അല്ലേലും ഈ പ്രസിഡന്റ് സിജോയ്ക്ക് മുൻകൂറായി കൊടുത്ത പണം ഉണ്ടല്ലോ, അത് പഞ്ചായത്ത് തിരിച്ചടക്കണം. കണക്കൊക്കെ ഞാൻ ബോധിപ്പിക്കാമേ മെമ്പറെ. ഇത് തൊഴിലില്ലായ്മയല്ല, നമ്മുടെ തൊഴിൽ ഭാര ലഘൂകരണമാണ്. സിജോ പറഞ്ഞു കൊടുക്കണേ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, റോബോട്ടുകളുടെ സാന്നിധ്യം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. അതുവഴി ഭാവിയെ കുറിച്ചും ഓരോ കാര്യങ്ങളുടെ വരുംവരായികളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഉദാഹരണത്തിന് സാറിന്റെ പേരെന്താണ്? ദിവാകരൻ, ഗാന്ധിയൻ ദിവാകരൻ. റൂണി മിസ്റ്റർ ഗാന്ധിയൻ ദിവാകരനോട് റൂണിക്ക് പറയാനുള്ളത്? മൊബൈൽ നമ്പർ പ്ലീസ് മിസ്റ്റർ ഗാന്ധിയൻ ദിവാകരൻ. 828 317 16 75. മിസ്റ്റർ ഗാന്ധിയൻ ദിവാകരന്റെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ ശരീരം നിർജ്ജലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡീഹൈഡ്രേഷൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രോപ്പർ സ്ലീപ്പ് ലഭിച്ചിട്ടില്ല. പ്രോട്ടീൻ കണ്ടന്റിന്റെ അഭാവത്താൽ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു. 1 വീക്ക് ഇതേ അവസ്ഥയിൽ മദ്യപാനം തുടരുകയാണെങ്കിൽ സ്ട്രോക്കിലേക്ക് പോകുന്നതിനുള്ള സാധ്യത ഏറെയാണ്. പ്രസിഡന്റ് കൊള്ളാം, കണക്ക് ചോദിച്ചപ്പോ കരുതി കുട്ടിയുള്ള പ്രത്യാക്രമണം അല്ലേ? ഞാൻ മദ്യപിച്ചിരുന്നു പോലും, അതും തികച്ചും മദ്യവിരുദ്ധനായ ഈ ഗാന്ധിയൻ ദിവാകരൻ. മദ്യമെന്ന മഹാമാരിക്കെതിരെ എത്ര സമരമുഖങ്ങളിൽ അണിനിരുന്നവരാണ് നമ്മൾ. അതല്ലേ എന്താ മിസ്റ്റർ ഗാന്ധിയൻ ദിവാകരൻ, കൂൾ ഡൗൺ. ആവർത്തിച്ച് കള്ളം പറഞ്ഞ് ബോഡി സ്ട്രെസ് കൂട്ടിയതിനാൽ താങ്കളുടെ ശരീരത്തിൽ കാറ്റക്കോളമിൻ ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിക്കപ്പെട്ടു. 120 ആയിരുന്ന BP ഇപ്പോൾ 140 കടന്നു. ഇതൊരു വ്യക്തി വ്യത്യാസമാണെന്ന് യാതൊരു തർക്കവുമില്ല. ഇതിൽ വികസനമൊന്നുമില്ല, രാഷ്ട്രീയ ലാഭം മാത്രമാണ് പ്രസിഡന്റ് നോക്കുന്നത്. ദിവാകരൻ ചേട്ടൻ നമുക്കെല്ലാം അറിയത്തില്ലേ? അതെ, ഇത് ഈ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഇവൻ ഇതിൽ പ്രോഗ്രാമായി സേവ് ചെയ്ത് വെച്ചേക്കാണ്. എന്തിന് സിനിമയും ആൻഡ്രോയിഡ് ഞങ്ങൾ കുറെ കണ്ടതാ. ഇതങ്ങനെയൊന്നും അല്ല, ഇതൊന്നും അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കാൻ പറ്റുന്നതുമല്ല. മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കുവാനും ശരീരം സ്കാൻ ചെയ്യുവാനും ആധുനിക സാങ്കേതിക വിദ്യക്ക് കഴിയും. നിങ്ങളുടെ ഫോൺ നമ്പറോ ആധാർ നമ്പറോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നെയിമോ എന്തു തന്നെ കിട്ടിയാലും അതിലൂടെ പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കാൻ ഇതിന് കഴിയും. എന്തിനേറെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് വരെ വളരെ വിശദമായി പറയാൻ റൂണിക്ക് കഴിയും. ഡിറ്റക്ടിംഗ് റൈനോ വൈറസ്. മിസ്സിസ് മാലതി, നിങ്ങൾ സംസാരിച്ചപ്പോൾ തെറിച്ച ഉമിനീരിലും നിങ്ങളുടെ ശ്വാസത്തിലും റൈനോ വൈറസിന്റെ സാന്നിധ്യം കാണുന്നു. നാളെ മുതൽ നിങ്ങൾക്ക് പനി, ചുമ, ജലദോഷം, വയറിളക്കം തുടങ്ങിയവ പിടിപെടാം. ഓഹോ, ഇപ്പോഴല്ലേ സംഭവം പിടികിട്ടിയത്. ഇല്ലാത്ത അസുഖത്തിന്റെ പേര് പറഞ്ഞ് മരുന്ന് കമ്പനികൾക്ക് ലാഭം ഉണ്ടായി കൊടുത്തു കമ്മീഷൻ അടിക്കാനുള്ള ഏർപ്പാട് പ്രസിഡന്റ് വെച്ചാൽ ഒരു വലിയ ഒത്തുകളിയായത്. മെമ്പറേ, ഒരു ഒത്തുകളിയിലും ഞാനില്ല. ഈ പഞ്ചായത്തിന്റെ വികസനം മാത്രമാണ് എന്റെ കണ്ണിലുള്ളത്. ഞാനൊരു വികസനം കൊണ്ടുവന്നു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്, ഹോസ്പിറ്റലിൽ പോകണം. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങളുടെ ഇന്നത്തെ ഷെഡ്യൂളിൽ ഹോസ്പിറ്റൽ ഇല്ല. അത് റൂഡിയാണോ തീരുമാനിക്കുന്നത്? ഞാൻ അല്ല തീരുമാനിക്കുന്നത്. പക്ഷേ നേരത്തെ മിസ്റ്റർ ദിവാകരന്റെ ഫോൺ നമ്പർ വഴി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്സസ് എനിക്ക് കിട്ടി. ഇന്നത്തെ 8 മണിക്കുള്ള മീറ്റിംഗ് കഴിഞ്ഞാൽ 10 മണിക്ക് ഉദയസമുദ്ര ബീച്ച് ഹോട്ടലിൽ നിങ്ങൾ കാമുകിയുമായി ഡേറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്.
വൺ മിസ്സിസ് ബീന പ്രസാദ്. ഈ പഞ്ചായത്തിലെ 12ാം വാർഡിലെ മെമ്പറാണ്. അവരുടെ ഓയോ അക്കൗണ്ട് വഴിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓഹോ, പ്രസിഡന്റ് ഇതാണല്ലേ ആശുപത്രി. പ്രസിഡന്റ് രാജിവെക്കുക. പ്രസിഡന്റ് രാജിവെക്കുക. ഒരു പ്രസിഡന്റ് ആകുമ്പോൾ രാജ്യവികസനവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരുമായി കൂടിച്ചേരലുകൾ കാണും. അത് നിങ്ങളും ഈ ഊഴ എന്ന് കരുതുന്ന പോലുള്ള കൂടിച്ചേരലല്ല. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ കള്ളം പറയുന്നു. അതൊരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല. നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് പ്രണയിനിയോട് എന്ന പോലെ ലൈംഗിക ചുവയോടുള്ള മെസ്സേജുകളാണ് നിങ്ങൾ സ്ഥിരമായി ബീന പ്രസാദിന് അയക്കുന്നത്. ഇവിടെ ഇരുന്ന് അവസാനം അയച്ച വോയിസ് നോട്ട് എല്ലാം എടുത്ത് വെക്കടി, ചേട്ടനിപ്പോ പറഞ്ഞെത്താം. വിത്ത് സ്മൈലി ഫേസ്, റെഡ് ഹാർട്ട് ഇമോജി. ആ സമയം നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിക്കപ്പെട്ടു. പ്രസിഡന്റ് രാജിവെക്കുക. പ്രസിഡന്റ് രാജിവെക്കുക. പ്രസിഡന്റ് രാജിവെക്കുക. ഈ ഗാന്ധിയൻ ദിവാകരൻ മദ്യപാനിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ല. ഈ ബാലതയ്ക്ക് നാളെ വയറിളക്കവും പനിയും വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചോ? അതുമല്ല. പിന്നെ ഇത് മാത്രം എത്ര വിശ്വസിക്കണം? ഇത് നമ്മളെ തെറ്റിപ്പിക്കാനുള്ള ഈ സിജായുടെ തന്ത്രമാണ്. ഇനി എന്തായാലും പഞ്ചായത്ത് ഈ യന്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. ആ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. എന്റെ പെണ്ണുപിള്ള കരഞ്ഞ് കാലു പിടിച്ചിട്ടാ പഞ്ചായത്ത് പത്തിൽ ഞാൻ ഇതും കൂടി തിരികെ കയറ്റിയത്. ഇനി എവളോ വല്ല കായില്ല കൊണ്ട് കെട്ടിത്താർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഏതാ എന്റെ കൺമുന്നിൽ നീ വന്നുപോരുന്നു. എടീ, നീ ഉണ്ടായിവിടോ? നിന്റെ വാക്ക് വിശ്വസിച്ചതിന് എനിക്കിത് രണ്ട് വേണം. എന്റെ പ്രസിഡന്റ് സ്ഥാനം തെരക്കെന്താ തോന്നുന്നത്? എടീ, പാല് നല്ലത് കഴിക്കുന്നതല്ല. കേട്ടോടി, എന്റെ മേലാളി ഈ വക്കാളവും കൊണ്ട് നീ ആ പഞ്ചായത്ത് പഠിച്ചോട്ടി പോകില്ല. കേട്ടോടാ നിങ്ങൾ ഈ കുന്തം കൂടി ചേർത്ത് പഞ്ചായത്ത് വരെ കൂടി നിർമ്മിച്ചല്ലോ. മാഡം, നിങ്ങളുടെ ശരീരം അമിതമായി വിയർക്കുകയും BP കൂടുകയും ചെയ്യുന്നുണ്ട്. കൂടി കൂടി ഞാനൊന്ന് മേലോട്ട് പണ്ടായിറങ്ങട്ടെ. നിന്നോട് ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ കെട്ടിയവനും തമ്മിൽ സംസാരിക്കുന്ന ഇടയ്ക്ക് ഉണ്ടാക്കാൻ വരരുതെന്ന്. അതെങ്ങനെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വച്ചേക്കുമല്ലേ? മാഡം, പറഞ്ഞു പഠിപ്പിച്ചതല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സെർച്ച് ചെയ്ത് ലഭിക്കുന്ന ആൽഗരിതങ്ങളാണ്. മനുഷ്യൻ, നിങ്ങളല്ലേ പറഞ്ഞത് ഇത് വലിയ സംഭവമാണ്, അവർ സ്വീകരിക്കും, കോടികൾ കിട്ടുമെന്നൊക്കെ? ഒക്കെ ശരിയാണ്. പക്ഷെ റോഡ് ഓരോ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴുണ്ടായ കൊല്ലപ്പ അതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാണ്? എന്നാ ഇതിനെ വല്ല ആക്രിക്കടയിലും കൊണ്ട് കൊടുക്ക. മാഡം, എന്നെ നിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റാനിയം അലോയും സിലിക്കൺ റബ്ബർ കൊണ്ടുമാണ്. ആക്രിക്കടയിൽ ഇരുമ്പിനും. പറഞ്ഞത് മാഡം, ഇനിയും BP കൂട്ടിയാൽ സ്റ്റോക്ക് ചാർജിംഗ് മോഡ്. നീ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഇന്ന് ആ പലിശക്കാരൻ വരും. എനിക്ക് അയാളോട് കടം പറയാൻ വയ്യ. കടം പറഞ്ഞ് ഞാൻ നാണം കെട്ടു. ഉണ്ടായിരുന്ന വീട് സ്ഥലം നിങ്ങൾ എവിടെ ഉണ്ടാക്കാൻ വേണ്ടി കൂടെ പണയം വെച്ചു. നീ ഒന്ന് സമാധാനപ്പെട്. എന്നോട് ഇങ്ങനെ പറയുന്ന ആണുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? 20 വർഷമായിട്ട് സമാധാനപ്പെട്ട് ഞാൻ ഈ അവസ്ഥയിലായി. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വല്ല ജോലിക്ക് പോയിക്കൊണ്ട് നിങ്ങൾക്ക്. ഞാനൊന്ന് ആലോചിക്കാം. നീ ഇപ്പൊ ഒന്ന് അകത്തോട്ട് ചെല്ലൂ. ആലോചന തന്നെയായിരുന്നല്ലോ ഇത്രയും നാളും. എന്നിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. ആ, വല്ലതും ഞാൻ വാ തുറന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദം ഉണ്ടാക്കി എന്നെ ഓട്ടിക്കാൻ മാത്രം നിങ്ങൾക്കറിയാം. നിങ്ങൾ എവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ നിങ്ങൾക്ക് കിട്ടും. ശാപം. ഇടിവെട്ടി മഴ പെയ്ത് തോന്നുന്നതുപോലെ സമാധാനം. 10-20 കൊല്ലത്തിന്റെ അധ്വാനം എല്ലാം തവിട് ഓടിയാണ്. നീ എന്താ ചെയ്യുക? സാമ്പത്തികം, ലോൺ, ജീവിത ചെലവ്, കടബാധ്യത, ആകെ ഭ്രാന്തെടുക്കുക. എന്ത് ചെയ്യാൻ? ഇനി ഗുഡ് മോർണിംഗ് ബോസ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നിന്നെ ആരാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ബോസ് അല്ലേ വേക്കപ്പ് സിഗ്നൽ നൽകി എന്നെ ആക്ടിവേറ്റ് ചെയ്തത്? ആ പഞ്ചായത്തുകാരോട് അവിഹിതവും മദ്യപാനവും അല്ലാതെ നല്ലതെന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? സത്യം പറയുന്നവർക്ക് ചരിത്രത്തിൽ എന്നും പ്രതിസന്ധികളെ ഉണ്ടായിട്ടുള്ളൂ. ഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല. നിന്റെ മണ്ട അടിച്ചു പൊട്ടിക്കാ വേണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഫിലോസഫി. ഇപ്പൊ എന്താണ് പ്ലാൻ?
ഇന്നത്തെ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ഉറക്കമാണ്. എന്നാൽ ഇപ്പോഴത്തെ മെന്റൽ കണ്ടീഷൻ അതിന് അനുവദിക്കുന്നില്ല. സ്ലീപ്പിംഗ് പിൽസ് യൂസ് ചെയ്യുക. ഓ നാശം, വീണ്ടും തുടങ്ങല്ലേ. നിങ്ങളുടെ ചിന്ത മുഴുവൻ പണത്തെ കുറിച്ചാണ്. നിനക്കാ ബോധമില്ലല്ലോ. മനുഷ്യൻ വീഴ്ചയിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരണം. എന്നിട്ട് താഴെയുള്ള ലോകം നോക്കി കാണണം. ഈ ഷിബുദിന്റെ മെസ്സേജ് ഒക്കെ ഇൻസ്റ്റാഗ്രാം വഴി കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട്. നീ വല്ല പ്രയോജനം ഉള്ളതുണ്ടോ എന്ന് ആലോചിക്കും. നിങ്ങൾക്ക് പണമാണ് ആവശ്യം. എന്നെ മാർക്കറ്റ് ചെയ്യുവാൻ തന്നെ ലക്ഷങ്ങൾ വേണം. എന്നാൽ അക്കൗണ്ടിൽ ആകെയുള്ളത് 420 രൂപ മാത്രം. അതും കൂടാണ് കേൾപ്പിക്കല്ലേ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആശയത്തെ കുറിച്ച് ഞാൻ ChatGPT വഴി ഫ്യൂച്ചറിസ്റ്റിക് സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് പ്ലാൻ അനലൈസ് ചെയ്തു. ഇപ്പോഴെങ്കിലും എനിക്ക് കൂടി വേണ്ടി ചിന്തിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടല്ലോ. ബോസ്, കഴിഞ്ഞ 20 വർഷക്കാലം എന്നെ മാർക്കറ്റ് ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും ഇതെങ്ങനെ ശരിയായി മാർക്കറ്റ് ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചില്ലല്ലോ. പറ കേക്കാം. ഇനി അതായിട്ട് കുറയ്ക്കണ്ട. ബോസ്, ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാൻ തോന്നിയല്ലോ. നീ കൂടെ ഉണ്ടെങ്കിൽ ഇനി ഞാനൊരു കലക്കും. ഇനി വേറെ പ്ലാനുകളൊന്നും. നിന്റെ സോഫ്റ്റ്വെയറിൽ ചെറിയ ചില അപ്ഡേറ്റ്സ് നിന്നെ ഒന്ന് മാറ്റിയെടുക്കണം. ഇനി മുതൽ നിന്റെ പേര് റൂണി എന്നല്ല. പിന്നെ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഗായ്സ്, ജീവിതത്തിൽ രക്ഷ നേടാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി കൃത്യമായി അറിയണമെന്നുണ്ടോ ഗായ്സ്? നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമോ ഗുരുതരമായ രോഗങ്ങളുണ്ടോ ഗായ്സ്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലൻ സ്പോട്ട് റെക്കമെൻഡ് ചെയ്യാം. ഇറ്റ്സ് ഇയാസു. യെസ് ഗായ്സ്, ഇയാസു ഗായ്സ്. അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകും ഗായ്സ്. ഹലോ മച്ചമാരെ, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചമാരെ, ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്റെ ഒരു മച്ചനാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരാളെ പരിചയപ്പെടുന്നത്. അതെ, ഇയാസു ദൈവം. മച്ചമാരെ, നിങ്ങളുടെ എന്ത് തന്നെ പ്രശ്നമായാലും ഇയാസു നിങ്ങളുടെ കൈവിടില്ല. ഇയാസുനെ നിങ്ങൾ ഫോളോ ചെയ്യൂ. മച്ചമാരെ, നിങ്ങളുടെ ജീവിത പ്രശ്നം എന്തായാലും ഇയാസു പരിഹരിക്കും. ഇയാസുനെ ഫോളോ ചെയ്യാനുള്ള ഇൻസ്റ്റാ ഐഡി ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ജീവിതം അടിപൊളിയാക്കുക. ഇയാസുവിനെ ഫോളോ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്നെയും ഫോളോ ചെയ്യാൻ മറക്കല്ലേ മച്ചമാരെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ. ആരും തിരക്കുണ്ടാക്കരുത്. ആദ്യം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇന്ന് ദർശനത്തിന് അനുവാദമുണ്ടായിരിക്കൂ. അല്ലാത്തവർ പുറത്തെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി പണമടച്ച് വരും ദിവസങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കും. ആ QR കോഡിന് താഴെയായി ഒരു വെബ്സൈറ്റ് ലിങ്ക്. അതിൽ ഓൺലൈൻ ഓപ്ഷൻ നടക്കുകയാണ്. അതിലെ ഏറ്റവും ഉയർന്ന റേറ്റ് കോട്ട് ചെയ്യുന്ന 5 വ്യക്തികൾ ഇന്ന് തന്നെ
യോസുവിനെ നേരിൽ കാണുവാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നതാണ്. റേറ്റിംഗിൽ 5 സ്റ്റാർ നൽകുന്നവർക്ക് യാസുവിന്റെ പ്രത്യേക പൂജയിൽ പങ്കെടുത്ത് യാസുവിൽ നിന്നും നേരിട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റുന്നതാണ്. അടുത്ത ടോക്കൺ നമ്പർ 437. ചന്ദ്രൻ, നാട്ടിൽ കോമൺലി നോൺ ആസ് വാഴച്ചന്ദ്രൻ. സാമ്പത്തിക ബാധ്യതയാൽ ആകുലനാണല്ലോ താങ്കൾ. കഷ്ടപ്പാടും ദാരിദ്ര്യമാണ്. കൃഷിയൊന്നും പച്ചപിടിക്കുന്നില്ല. കൃഷിഭൂമിയുടെ സർവേ നമ്പർ പറയൂ. എന്തോന്ന്? സർവേ നമ്പർ? അയ്യോ, അത് വേണമായിരുന്നോ? പ്രമാണമെങ്കിലും അവിടെ പോണം. അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചന്ദ്രകുമാർ, തടത്തരികത്ത് വീട്, പുത്തൻചിറ PU. റീസർവേ പ്രകാരം 1 ഏക്കർ 15 സെന്റ്. കുഞ്ഞെ ചന്ദ്ര, എന്തോ മുഴുവൻ ലാറ്ററേറ്റ് ആണല്ലോ. എന്ന് വെച്ചാ ചന്ദ്രന്റെ കൃഷിപ്പാടം മുഴുവൻ ലാറ്ററേറ്റ് സോയിലാണ്. അതിൽ ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും കണ്ടൽ കൂടുതലാണ്. ജലാംശം നിലനിർത്താനുള്ള ഭൂമിയുടെ ശക്തി കുറയും. പ്രതിനിധി എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്നാ? ഇയാസു അഗ്രികൾച്ചർ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് പേയ്മെന്റ് നടത്തുക. ഇയാസു AI ചാറ്റ് ബോട്ടുകൾ കൃഷി രീതിയിൽ വരുത്തേണ്ട വ്യത്യസ്തത പറഞ്ഞിരിക്കുന്നു. മണ്ണിനിണങ്ങിയ കൃഷി രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുക. ആഗ്രിബോട്ടിക്സ്, ക്രോപ്പ് ഫ്ലവർ, ഫീൽഡ് വിഷൻ, ഹാർവസ്റ്റ് മീറ്റ്, ക്രോപ്പ് ഗാർഡ് AI എന്നീ അത്യാധുനിക AI സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിങ്ങളുടെ കൃഷി 100 ഇരട്ടി ലാഭമാക്കാം. അതെങ്ങനെ? ഇദ്ദേഹത്തെ വിആർ ധരിപ്പിക്കൂ. ഇതല്ലേ ചന്ദ്രൻ സ്വപ്നം കണ്ട കൃഷിപ്പാടം? ഒന്നുമില്ല ഈ ലോകത്തിൽ. യാസുവിന്റെ ദക്ഷിണ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. കൂടുതൽ സ്റ്റാറുകൾ നൽകും, കൂടുതൽ അഭിവൃദ്ധി നേടും. ഇപ്പോ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ആ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക. യാസുവിന്റെ നന്മകളെ കുറിച്ച് 1000 കമന്റുകൾ രേഖപ്പെടുത്തുക. ചെയ്യാമേ. അടുത്ത ടോക്കൺ നമ്പർ 438. എന്റെ ഇയാസു ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണേ, അനുഗ്രഹിക്കണേ. എന്താണ് ഭക്തകളെ നിങ്ങളുടെ വിഷമം? ഒരാൾ വിവാഹിത, മറ്റേയാൾ അവിവാഹിത. അതാണ് കാരണം. ദൈവമേ, ഇത് എങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നു? ഞാനും ഓളും അടുത്ത കൂട്ടുകാരാ. സ്കൂൾ കാലം മുതൽ ഞങ്ങൾ ഒന്നിച്ച. എന്റെ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി. ഇവക്കാണെങ്കിൽ നോക്കാത്ത ആലോചനകളില്ല, ചെയ്യാത്ത പൂജകളുമില്ല. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇവിടെ അമ്മയുടെ സങ്കടം കണ്ടാലോ സഹിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയും ഒരാൾ വന്നു കണ്ടു മടങ്ങിയതല്ലേ? അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ ആകെ വിളി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നീയാ. അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഐശ്വര്യ? ഞാനോ? അതെങ്ങനെ? നീ എന്താണ് മകളെ അത് പറയാൻ മടിക്കുന്നത്? തുറന്നു പറഞ്ഞുകൂടെ ആദില? എന്ത്? വിഷമിക്കേണ്ട മകളെ, നീ നമ്മുടെ സവിധം വന്നു വരുന്നു. ബാക്കി നാം നോക്കിക്കോളാം. ഐശ്വര്യ, ആദിലയ്ക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്, പ്രണയമാണ്. ഈ ലോകത്തിൽ അവൾ സ്നേഹിച്ചിട്ടുള്ളതും കാമിച്ചിട്ടുള്ളതുമായ ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ്. എന്റെ ദൈവമേ, അങ്ങനെയല്ല എങ്ങനെ മനസ്സിലാക്കുന്നു? ദൈവമേ, ഇതെന്തോ ഈ പറയുന്നേ? ഓരോ ചെറുപ്പക്കാരൻ അവളെ കാണാൻ വരുമ്പോഴും അവൾ പറയും അവൾ ലെസ്ബിയൻ ആണെന്നും ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നും. പലതവണ അവൾ ChatGPT വഴി നോക്കിയിട്ടുണ്ട് ഇക്കാര്യം നിന്നോട് എങ്ങനെ അവതരിപ്പിക്കുന്നു. നീയുമായുള്ള സൗഹൃദം നീ അവസാനിപ്പിക്കുമോ എന്ന ഭയത്താലാണ് അവൾ അതിതുവരെ നിന്നോട് പറയാതെ. എടി, ഇയാസ് പറയുന്നത്
യേശുവിൽ വിശ്വസിക്കുന്നു. എത്രയോ നാളായി പറയാൻ കഴിയാതെ മനസ്സിൽ ഞാൻ ചേർപ്പ് മുട്ടിയ രഹസ്യമാണ് യേശു പറഞ്ഞത്. എനിക്കിപ്പോ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നുന്നു. എടി, എന്നാലും നീ വിഷമിക്കേണ്ട മകളെ, ഇതെല്ലാം മനുഷ്യ സൃഷ്ടിയുടെ വൈജാത്യമാണ്. മനുഷ്യൻ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഐശു, നീ നിന്റെ ഭർത്താവിനെ കുട്ടികളെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നിനക്ക് എന്നെ അങ്ങനെ കാണാനും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഐശു. നിന്നോടൊന്ന് സംസാരിച്ചിരുന്നാ മതി. ഞാൻ ഹാപ്പിയാണ്. എന്റെ യാസുദയമേ, അങ്ങൊരു പ്രസ്ഥാനം തന്നെ. ഞാനിതാ എന്റെ എല്ലാ സ്റ്റാറുകളും അങ്ങേക്ക് നൽകുന്നു. ഐശു, വാ, എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. വാ. അടുത്ത ടോക്കൺ നമ്പർ 439. ദൈവമേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അന്ത്യനാൾ അടുക്കുമ്പോൾ മനുഷ്യനെ തകർക്കാൻ ദജ്ജാൽ വരും. ഇപ്പോൾ കാണുന്ന മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം അവനിൽ നിന്നും വരുന്നതാണെന്നും അവന്റെ ശക്തി വിശേഷങ്ങളുടെ അടയാളവുമാണ് മുഅ്മിനീങ്ങളെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പുനരുത്ഥാനത്തിന് മുമ്പ് അവൻ തന്റെ അപ്പോസ്തലന്മാർക്കും വാഗ്ദാനം ചെയ്തതുപോലെ അവന്റെ രണ്ടാം വരവ് ലോകാവസാനത്തെ സൂചിപ്പിക്കുമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ആ സമയം ആഗതമായിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കലിയുഗത്തിൽ നിന്നും നാം മുന്നോട്ട് പോയേ മതിയാകൂ. തന്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലും. മനുഷ്യന്റെ ധാർമ്മികത ഏറ്റവും താഴെ ഈ യുഗം അവസാനിപ്പിച്ചാൽ മതിയാകൂ. ഈ കലിയുഗത്തിൽ നിന്നും അതിന്റെ അവസാനമായ കൃതായുഗത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈസാ നബി അവതരിച്ചിരിക്കുന്നു. എന്റെ പൊന്നു മക്കളെ, അന്ത്യദൂതൻ ജനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പേരറിയാതെ ചിലരൊക്കെ വിളിക്കുന്നത് ഇയാസു എന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഇയാസു അല്ല, ഈസയാണ് എന്റെ മുഅ്മിനീങ്ങളെ. പ്രിയപ്പെട്ട യേശുവേ, നീ ഞങ്ങളെയും നിന്റെ കൂടെ കൂട്ടില്ലേ? നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുന്നുണ്ടോ? അവനെ ചിലർ ഈസ എന്നാണ് വിളിക്കുന്നത്, മറ്റു ചിലർ ഇയാസു എന്ന് പറയും. അവൻ നമ്മളെ തേടുകയാണ്. അവന്റെ അടുക്കൽ നമ്മൾ എത്തേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കി നമ്മുടെ രക്ഷകനായി അവതരിച്ചു കഴിഞ്ഞു. ശ്രീയാംശു, ചിലരതിനെ ഇയാസു എന്ന് വിളിച്ച് കേൾക്കാറുണ്ട്. ശ്രീയാംശു ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇനി എല്ലാ ബുധനാഴ്ചകളിലും ശ്രീയാംശു അഷ്ടോത്തരി ഉണ്ടായിരിക്കുന്നതാണ്. ഓ ശ്രീമത് ശ്രീയാംശുവേ നമഃ. എന്തായത്? അഷ്ടോത്തരിയ? യേശു ഈസാ നബിയാണ്.
ഈശാ നബിയെ നമ്മൾ വിട്ടുതരില്ല. വേദങ്ങളും ഉപനിഷത്തുകളും പരിശോധിക്കുക, അപ്പോൾ മനസ്സിലാകും ശ്രീയാംശു ആരാണെന്ന്. ദൈവങ്ങൾക്കും ദൈവത്തിനും വേണ്ടി അവരെന്നും തർക്കങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവർ തന്നെ ദൈവങ്ങളെ കുരിശിലേറ്റുകയും ചെയ്യും. ശ്രീയാംശുവിന് വേണ്ടി ആരും അവകാശവാദം ഉന്നയിക്കണ്ട. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്ഥലത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ആർക്കിയോളജിസ്റ്റുകൾ ഇപ്പോൾ എത്തും. അല്ലെങ്കിൽ തന്നെ അതൊന്നും വേണ്ട. ആ നെറ്റിയിലെ മൂന്നാം കണ്ടില്ലേ, പരമശിവന്റെ പ്രതീകമായ തൃക്കണ്ണ്. ശിവ ശിവ. എടാ പഹല, അത് തൃക്കണ്ണല്ല, കണ്ണു തുറന്നു നോക്ക്. നിസ്കാരത്തായമ്പാണത്, നിസ്കാരത്തായമ്പാണ്. വീട്ടിൽ യാസുവിന്റെ പ്രധാന നേർച്ച എന്താ? സ്റ്റാറുകൾ. സ്റ്റാറുകൾ എപ്പോഴാ വീട്ടിൽ തൂക്കണത്? ക്രിസ്മസിന്. ക്രിസ്മസ് ആരുടെ പിറന്നാളാ? ഇപ്പൊ മനസ്സിലായോ ആർക്കാ ശരിക്കും അവകാശമാണ്? എന്തൊക്കെ പറഞ്ഞാൽ ശരിയെന്ന് ഈശാ നബിയെ നമ്മൾ വിട്ടുതരുന്ന പ്രശ്നമില്ല. ഞങ്ങളെ ശാസ്ത്രവും വിശ്വാസവും എന്നും എതിർധ്രുവങ്ങളിലാണ്. ശാസ്ത്രത്തിന് വേണ്ടത് തെളിവുകളാണ്, വിശ്വാസത്തെ ആവശ്യമില്ല. എന്നാൽ വിശ്വാസത്തിന് നിലനിൽക്കാൻ ശാസ്ത്രം കൂടിയേ തീരൂ. ഓരോ കാലത്തും വിശ്വാസം അതിജീവിച്ചിട്ടുള്ളത് ശാസ്ത്രത്തെ കുറ്റം പറയുകയും എന്നാൽ അതിന്റെ ഗുണങ്ങൾ ഏറ്റവും നന്നായി ആസ്വദിച്ചുമാണ്. അതെ, ചിന്തിക്കുന്നവർക്കെല്ലാം ദൃഷ്ടാന്തമുണ്ട് ഈ ഇയാസു ചരിതത്തിൽ.